ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ വിശേഷം? ഇന്ന് വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷ് ടു ഓൾ. ആമിക്കും ആദിക്കും ഇന്ന് കളക്ഷൻ്റെ ഡേ ആയ 10ാം നമ്പർ ജേഴ്സി. പണ്ട് ആമി ഒരു ചെറിയൊരു ഇതില് ഇങ്ങനെ വരും, ഒരു ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ എന്നിട്ട് പറയും അല്ല കാശ് വെച്ചിട്ട് ഇങ്ങനെ ബാഗിലിടും. എന്നിട്ട് നമ്മള് 100ന്റെ 2 നോട്ട് പിടിച്ചിട്ട് 4 നോട്ട് 10 കൊടുക്കും. കണ്ടോ, 4 നോട്ട് ഉണ്ട് ഇതില്. 100ന്റെ നോട്ട് 2 അല്ല വെച്ചത്, 4 മോൾക്ക് തന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൈസ മേടിച്ചേക്കും. ഇപ്പൊ പറ്റിക്കാൻ പറ്റില്ല. ഇപ്പൊ അവള് 10 മേടിച്ചു കഴിഞ്ഞാൽ 100 മേടിക്കും ചിലപ്പോ. അതാണ് ഞങ്ങളുടെ കണി. കാണിച്ചത് കേട്ടോ. ഞാൻ അബ്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിക്കാൻ പോവാണ് ഗൈസ്. എല്ലാവർക്കും 500 ഉണ്ട്. ഭദ്രമായി വെക്കണം, ഭദ്രമായി വെക്കണം. നോക്കട്ടല്ല അനുഗ്രഹം. ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ആമി മടിച്ച് വരുന്നില്ല. മെയിൻലി എല്ലാവരും ഞങ്ങളുടെ ഇനാഗുറേഷന്റെ ഡ്രസ്സുകളാണ് ഇട്ടേക്കുന്നത്. വരുമ്പോ കഴിഞ്ഞിട്ട് വരുമ്പോ 2 കല പഴം കൊണ്ട് വരാണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ശിവന്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ നേരെ പോയത്. ഈ 2 അമ്പലങ്ങൾ ഞങ്ങളുടെ നാട്ടിലത്തെ അമ്പലങ്ങൾ. അത് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ മിസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ പോയി തൊഴുതു. അപ്പോഴേക്കും ആമി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നൊരു തല്ലൂടി പിടിച്ചിട്ടാണ് ആമീനെ റെഡിയാക്കി കൊണ്ടുപോയത്. സാധാരണത്തേക്കാൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം വീട്ടിലെത്താനായിട്ട്. ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ സ്പെഷ്യലാണ് കേട്ടോ ഈ വിഷുക്കട്ടയൊക്കെ. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് പറയട്ടോ. ഞാൻ മെയിൻലി തൃശ്ശൂർ തന്നെയാണ് കേട്ടേക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ഈ വിഷുക്കട്ട മാത്രം, പിന്നെ ജസ്റ്റ് ശർക്കര നീരൊക്കെ ആയിട്ട് തന്നെ കഴിക്കാറ്. പക്ഷെ അബ്ചേട്ടൻ്റെ അവിടെ ശർക്കര നീരിൽ ഇത്തിരി പാലൊക്കെ ഒഴിച്ച് കഴിക്കും കേട്ടോ. അത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിഷുക്കട്ട എൻ്റെ ഫേവറേറ്റ് ഒന്നല്ല, പക്ഷെ വിഷുവിൻ്റെ അന്ന് ഞാനത് കഴിക്കും. എനിക്ക് മധുരമുള്ള ഐറ്റംസ് വലിയ താല്പര്യമില്ല. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വല്ലപ്പോഴും കഴിക്കുമ്പോഴാണ് അതിൻ്റെ രുചി അറിയാതെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയിടയ്ക്ക് ഇത് വീട്ടിലുണ്ടാക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ അത് അമ്പലത്തിൽ പോകാൻ ഇറങ്ങാണേ. അബ്ചേട്ടൻ അവർ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞത്. പൊന്നൂസും അല്ലൂസും ഒക്കെ വന്നിട്ടുണ്ട്. തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിപ്പടകളെല്ലാവരും ഇപ്രാവശ്യം വിഷുവിനോട് ഉണ്ടായിരുന്നു. പിന്നെ അനിക്കുട്ടൻ അശ്വതി മാത്രമാണ് ഇപ്രാവശ്യം വിഷുവിന് നാട്ടിലില്ലാണ്ടിരുന്നത്. ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടുന്നൊരു സന്തോഷമാണ് മെയിൻലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ കൈനീട്ടം കൊടുക്കലും തിക്കും തിരക്കും ബഹളം തന്നെയായിരുന്നു കേട്ടോ. ഇനി ഗൈസ് അമ്പലത്തിൽ പോകുന്നവരൊക്കെ തിരിച്ചു വന്നേ. എവിടെന്നാ 50 രൂപ കിട്ടിയോ? ഏത് ചേട്ടനാന്ന്? ആ മാറിക്ക് പൊന്നൂസ് മാറി. എനിക്ക് 2 രൂപ കിട്ടി. എനിക്ക് പിന്നെ 2 രൂപ കിട്ടി. ബാക്കി ഇന്നെടുക്കാൻ പാടില്ല. അതിന്ന് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ? ഉച്ചവരെടുക്കാൻ പാടില്ല. എന്നിട്ട് കൃഷ്ണന് കഴുകാണ്ടല്ല വെച്ചോടത്തേക്കണ അല്ലേ?
എല്ലാം കൂടി പുറത്തേക്ക് വരും ഈച്ചവ. അപ്പൊ തിന്നെ ഈച്ചേന്റെ മുട്ടനെ തിന്ന് ഈ പഴത്തിന്റെ ഉള്ളിലല്ലേ ഇത്. തക്കാളി പൊരിക്കും. തിന്നിട്ട് ഇത് മുദ്ര ഇതാ പോയി വേണോ പഴം അങ്ങനെ നീ പോയറല്ല അവിടെ അച്ഛൻ ഒരു തണിത്ത മനത്തിൽ അനൈത്ത് എനക്ക് ഉണർച്ചി കൊടുത്ത മകിഴ്ന്നവ ഒരു തണിത്ത മനത്തിൽ അനൈത്ത് എനക്ക് ഉണർത് ആടിടും കുഴകൾ പോലവേ മനത് വേദനകളെ പായുതേ കണ്ണായൻ അടിയിലൊക്കെ നല്ലതാ ചേച്ചി വേണം 200 രൂപ ചേച്ചി തരാം നീ പിന്നിൽ വഴിക്ക് അല്ല അല്ല അനുഗ്രഹം മേടിക്കും അമ്മമ്മയുടെ അമ്മമ്മയുടെ അനുഗ്രഹം അനുഗ്രഹം അയ്യോ ഇല്ലില്ല കൊടുത്തു 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 ഇനി അങ്ങനെ ഞങ്ങൾ ഈ ദിവസത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തോട്ട് കിടക്കാണ് കേട്ടോ. പിള്ളേരെല്ലാവരും ഞങ്ങൾ വരിവരിയായിട്ട് നിർത്തിച്ചിട്ട് കാലിൽ വീഴിച്ചിട്ടാണ് കേട്ടോ വിഷു കൈനീട്ടം കൊടുത്തത്. ആദ്യം അച്ഛൻ തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ അമ്മ, പിന്നെ ഞങ്ങളെല്ലാവരും കൈനീട്ടം കൊടുത്തു. ഞാൻ കൈനീട്ടം കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും അനുഗ്രഹം മേടിക്കുന്ന രീതികളൊക്കെ പല വെറൈറ്റീസ് ആയിട്ടായിരുന്നു. ഉണ്ണിക്കുട്ടൻ എന്നെ അനുഗ്രഹിച്ച് പോയി കേട്ടോ. ചെക്കൻ എന്നെക്കാളും വളർന്നു. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിലെത്തിക്കുന്നതിനേക്കാളും അവൻ എൻ്റെ കയ്യിലെത്തിക്കുന്നതാണ് എളുപ്പം. അങ്ങനെ പിന്നെ പിള്ളേരേതാണ് കേട്ടോ ഞങ്ങൾ മാറി മാറി ചേഞ്ച് വാങ്ങിക്കുന്നത്. ഇപ്പൊ പിള്ളേരെ പറ്റിക്കൊന്നും പറ്റുന്നില്ല. ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ആമിക്ക് 10ന്റെ നോട്ട് എണ്ണം കൂടുതൽ കൊടുത്തിട്ട് 100 നോട്ട് മേടിക്കുന്ന കഥയൊക്കെ. അത് ഇപ്പൊ പിള്ളേരുടെ അടുത്തൊന്നും നടക്കില്ല കേട്ടോ. സാധാരണ ആമി വിഷു ആവണ ദിവസം തന്നെ ഒരു ബാഗ് എടുത്തിട്ട് ഇറങ്ങായിരുന്നു. ഇപ്രാവശ്യം ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? 10-50 രൂപയാണെങ്കിൽ പോലും അത് കിട്ടുമ്പോഴത്തെ ഒരു സന്തോഷം അത് വേറെ ഒന്നും തന്നെയല്ലേ. ഇപ്പം നമ്മുടെ കാലത്തായാലും ചിലപ്പോൾ 20 രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എണ്ണി എന്തിനു വേണ്ടി ചിലവാക്കും, അതിങ്ങനെ സൂക്ഷിച്ചു വെക്കലൊക്കെ ഒരു രസമാണ്. എനിക്ക് തോന്നുന്നു അമ്മയുടെയും ഷഞ്ചിനോടൊക്കെ കയ്യിലുണ്ടല്ലോ ഇപ്പോഴും പുതിയ നോട്ടുകൾ അവർ ചിലവാക്കില്ല.
പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കണ്ടാൽ ഞാൻ വാങ്ങിക്കും. അത് അത്ര നല്ല ശീലമൊന്നുമല്ല എങ്കിൽ പോലും അവരതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കും പുതിയ നോട്ടത്തിൽ നിങ്ങൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പിന്നെ പിള്ളേർ ഭയങ്കര സന്തോഷമായിരുന്നു. ഓരോ പൈസ കിട്ടുമ്പോൾ എനിക്ക് കൂടുതൽ നിനക്ക് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടോക്കാണ് കേട്ടോ അവർക്കിടയിൽ നടക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞാൻ സെറ്റ് കാലത്ത് കൊടുത്ത ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും പണി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല സാരി എടുത്ത് കിച്ചണിൽ കയറുമ്പോൾ വൈറ്റ് സാരി ആയിരുന്നല്ലോ, അത് കേടാവുമെന്ന് കരുതിയിട്ട് ഞാൻ അത് കിച്ചണിൽ കയറുമ്പോൾ അത് ഊരിട്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. പ്രത്യേകിച്ച് വേറെ ആരുമല്ല, ഞങ്ങൾ തന്നെ ട്രൈപോഡിലൊക്കെ വെച്ച് കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഒരു റീൽ എടുക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ റീലും തട്ടിക്കൂട്ടിയിട്ടാണ് പൊന്നൂസിന് വെച്ചിട്ട്. കാരണം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും സമയം കിട്ടാറില്ല. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഉള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഗൈസ്. വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതങ്ങോട്ട് ഫിനിഷ് ആക്കാൻ പറ്റുന്നില്ല. അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയം എടുക്കുന്നല്ല പറയുക. അപ്പോൾ ആ ഒരു സമയം കുറച്ച് ക്രൂഷ്യലായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നോക്കാം, ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ പിള്ളേർ ഇതേ കണ്ടോ അലമ്പാണിപ്പോൾ. എല്ലാവരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിക്കും തിരക്കും ബഹളമാണ് കേട്ടോ ഇപ്പോൾ വീട്ടിൽ. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴത്തേനും സമയമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 12:30-1 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ 2 സെക്ഷനായിട്ട് ഇരിക്കാറ്. ഇപ്പം എല്ലാവരും കൂടെ തന്നെ ഇരിക്കും. പാത്രങ്ങൾ അങ്ങനെ നിരത്തി വെച്ച് ഒറ്റവടിക്ക് തന്നെ എല്ലാവരും കഴിഞ്ഞ് എഴുന്നേക്കാലോ എന്നൊക്കെ കരുതിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വലിയ ഗ്രാൻഡ് സദ്യ ഒന്നുമല്ല കേട്ടോ. കാരണം അങ്ങനെ വലിയ സദ്യ കഴിക്കാൻ ആർക്കും വലിയ താല്പര്യമുള്ളവരല്ല ഇവരാരും. അവർക്കൊക്കെ മെയിൻലി വേണ്ടത് അച്ചാറ്, തൈര് അങ്ങനത്തെ ഐറ്റംസാണ് വേണ്ടു. അപ്പോൾ പിന്നെ അതുണ്ടാക്കി അങ്ങനെ പിള്ളേരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകണമല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് നേരെ മാമൻ്റോടിക്കാണേ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കളി ചിരി ബഹളമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസ് അല്ലൂസ് ഇന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവരെ ഡ്രോപ്പ് ചെയ്യാൻ ഇന്ന് പറ്റില്ല. കാരണം ഞങ്ങൾ വേറെ റൂട്ടാണ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ പോകാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലൂനാണ് പോകേണ്ടത്. പൊന്നൂസിന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ എൻ്റെ വീട്ടിൽ പിള്ളേർക്കാണെങ്കിൽ അച്ഛനെ ഇന്ന് കൈനീട്ട മേടിക്കാനുള്ള തിക്കും തിരക്കും ബഹളാർന്നേ. അങ്ങനെ ദേ ഞങ്ങൾ മാമൻ്റെ അവിടെ എത്തിയിട്ടോ. ഞാൻ ആ കാറിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ശരിക്കും ഞാനങ്ങനെ ഭയങ്കര എനിക്ക് അത്യാവശ്യം ഉറക്കം ഞാൻ ഉറങ്ങുന്ന ആളാണ്. പക്ഷെ അതിനൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഉറക്കക്കുറവെന്ന് പറഞ്ഞാൽ എന്തോ ക്ഷീണം ഉണ്ടായിരുന്നു. നന്നായി ഉറങ്ങി. അത് കഴിഞ്ഞ് മാമൻ്റെ അവിടെ വന്ന് കസിൻസിൻ്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് പാറുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പാറു ഒരു കുഞ്ഞാവനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പാറുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ സിന്ധിച്ച് എല്ലാവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പൂരപ്പറമ്പിൽ പോയിട്ടോ. ഞങ്ങളുടെ മാമൻ്റെ അവിടെ വിഷുവിന് പൂരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷുവിന് മാമൻ്റെ അവിടേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോകാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞൊരു ഭാഗ്യമാണല്ലേ. സാധാരണ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവല്ലേ പതിവ്. ഇപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ മാമൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ വിഷുവിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിന്നെ ഓണത്തിനാണ് ഇവിടെ കുമ്മാട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക തൃശ്ശൂർ. പക്ഷേ വിഷുവിന് അവിടെ പൂരം നല്ല രസമാണ്. 11 ആനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ അതേ നല്ല തലയെടുപ്പോടെ ഇതിന് മത്സരം പോലെയാണ് കേട്ടോ. തലയെടുപ്പുള്ള ആനയ്ക്ക് തിടമ്പ് എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇവനാണ് തിടമ്പ്. നല്ല തലയെടുപ്പുള്ള ആന ഇപ്രാവശ്യത്തെ. എനിക്ക് ആനകളുടെ പേരൊന്നും വലിയ വശമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ദിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര്, എനിക്ക് പക്ഷെ ഓർമ്മയില്ല. അങ്ങനെ ഇവരാണ് ജയിച്ചത്. പിന്നെ അവരുടെ ആഘോഷ പ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു വെയിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒക്കെ നേരം വൈകിട്ടാണ് പൂരങ്ങളും ഇതൊക്കെ വെക്കുന്നത്. കാരണം വെയിലത്തെ ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. നാട്ടിൽ നല്ല വെയിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്.
ആദ്യം ഗർഭിണി ആദ്യം അവിടെ കൊടുത്തിട്ട് വേണം അത് അറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ പിന്നെ ഉപ്പിലിട്ട ലൂബിക്കും അരിനെല്ലിക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെ വിടുക. അത് പാറുവിന് സ്പെഷ്യലായിട്ട് ആൻറ്റി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അതിൽ നിന്ന് ഞങ്ങൾ 2 സ്പൂണൊക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാറു പിന്നെ ഈ ഒരു സമയത്ത് കുറേ പേരുടെ ഫേവറേറ്റ് ആണല്ലോ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പാറുവിനെ വല്ലാണ്ട് അങ്ങോട്ട് ശല്യപ്പെടുത്തേണ്ട, അതിന് കുറച്ച് മാത്രം കഴിച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ അതേ അനിയത്തിയും ചേട്ടൻ്റെയും കൂടെ സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ മുഴുവനായിട്ടൊന്നും വ്ളോഗ് ചെയ്തില്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് കവർ ചെയ്തു എന്ന് മാത്രം. കാരണം ഫുള്ള് വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ പിന്നെ അതെ ഇന്നത്തെ വിഷയം ഏകദേശമൊക്കെ അവസാനിക്കാറായി. പിന്നെ ഇത് കഴിഞ്ഞ് ചിറക്കേക്കോട് പൂയത്തിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഇപ്പോൾ മാമൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. 10 രൂപ തന്ന് ഇത് 1000 ആക്കി തന്നിട്ടുണ്ട്. ഇനി നാളെ എല്ലാവരും എൻ്റെ ചിലവിൽ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. വാഴ ഞാൻ എനിക്കൊന്നുകൂടി കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വാഴ. അപ്പോൾ നമുക്കൊന്നുകൂടി കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നാളെ എല്ലാവരുടെ ടിക്കറ്റും എൻ്റെ വകയാണ്. ഒരാൾക്ക് 150 രൂപ, അങ്ങനെ എല്ലാവർക്കും കൂടി 600 രൂപ ഞാൻ എൻ്റെ ചിലവിൽ നിന്ന് എൻ്റെ വിഷു കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് പേ ചെയ്തു ടിക്കറ്റ് എടുത്തു. 600. വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോന്നു. ചെറുക്കേക്കോട് പൂരത്തിനൊക്കെ പോവാന്നൊക്കെ അവർ പറയുന്നത്. ഞാനൊന്നുമില്ല പറഞ്ഞു, വയ്യാണ്ടായി ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് ഫ്രഷാവാൻ നല്ല മടിയാവുണ്ട്. അത് ഇന്നത്തെ 2026 വിഷു ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വ്ളോഗൊന്നും ഇപ്പോൾ എടുക്കാറില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.